നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റാഫീഞ്ഞ എന്തൊരു പ്രകടനമാണ് അവൻ ഈ സീസണിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സീസൺ അവസാനിച്ചിട്ടില്ലല്ലോ, പക്ഷേ ലലീഗയിൽ അവർ 1-ാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഓൾറെഡി കോപ്പ ഡെൽ റേയും സൂപ്പർ കപ്പും നേടിയപ്പോഴും എല്ലാവരും ആഗ്രഹിച്ചത് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ കിരീടമാണ്. ആ പ്രതീക്ഷ ഇനിയില്ല. കളി തീരാൻ 3 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ തൻ്റെ ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലൊരു ഗോൾ അടിച്ചിട്ട് അവൻ നിന്നതാണ്. പക്ഷേ തിരിച്ചടി കിട്ടി അവസാന ഘട്ടത്തിൽ. അവിടെ കൈവിട്ടു പോയി ബാഴ്സയുടെ ടീമിന്. കണ്ണീരണിഞ്ഞുകൊണ്ടാണ് റാഫീഞ്ഞയെ നമ്മൾ ഇന്നലെ കളി കഴിഞ്ഞപ്പോൾ കാണുന്നത്. ഇന്ററിൻ്റെ താരങ്ങളടക്കം ആശ്വസിപ്പിക്കുന്നുണ്ട് റാഫീഞ്ഞയെ. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നു. റാഫീഞ്ഞയുടെ പ്രതികരണം കളിക്ക് ശേഷം വരികയുണ്ടായി. തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം കുറിച്ചു, തിരിച്ചു വരും, വി വിൽ കം ബാക്ക് സ്ട്രോങ്ങർ. കൂടുതൽ കരുത്തോടെ ഞങ്ങൾ തിരിച്ചു വരും. സപ്പോർട്ട് ചെയ്ത എല്ലാ ക്യൂളേഴ്സിനും നന്ദി പറയുകയാണ്. നമ്മളിപ്പോഴും ഒരുമിച്ചാണ്. ഈ സീസൺ ഇനിയും അവസാനിച്ചിട്ടില്ല. ഓരോ ദിവസം കടന്നു പോകുമ്പോഴും ഈ ജേഴ്സി അണിയുന്നതിൽ, ഈ കളർ അണിയുന്നതിൽ എനിക്കുള്ള അഭിമാനം വർദ്ധിച്ചു വരികയാണ്. ഈ ടീമിനെക്കുറിച്ച് എനിക്ക് അഭിമാനമേ ഉള്ളൂ. ലോങ് ലൈവ് ബാഴ്സ ഓൾവേസ് എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത്. എന്തൊരു പ്രകടനമാണെന്ന് പറഞ്ഞാൽ, യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ചരിത്രത്തിൽ ഒരു സീസണിൽ 21 ഗോൾ കോൺട്രിബ്യൂഷൻസ്. സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്കൊപ്പം അക്കാര്യത്തിൽ എത്തിയിരിക്കുന്നു. മെസ്സിയൊക്കെ എപ്പോഴേ അദ്ദേഹം മറികടന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 13 ഗോളുകളുമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ ഈ സീസണിൽ ടോപ്പ് സ്കോററാണ് അദ്ദേഹം. 8 അസിസ്റ്റുകളുമായിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അസിസ്റ്റിൻ്റെ കാര്യത്തിൽ ഒന്നാമതാണ് അദ്ദേഹം. ഗോൾ കോൺട്രിബ്യൂഷൻ 21. പക്ഷേ അതുകൊണ്ടൊന്നും ടീമിനെ ഫൈനലിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അവസാന കടമ്പയിൽ തട്ടി ഇതാ ബാഴ്സ വീണിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.